നമ്മുടെ ക്യാൻഡിലൊക്കെ ഫോയിൽ പേപ്പർ ചുറ്റി നോക്കിയിട്ടുണ്ടോ? ഇനിയൊന്ന് ചെയ്തു നോക്കൂട്ടോ. വളരെ ഗുണമുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഈ ചെറിയ ചെറിയ കട്ടിയില്ലാത്ത തുണികളൊക്കെ നമ്മൾ തോരിയിട്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ പില്ലോ കവർ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തോരിയിട്ട് കഴിഞ്ഞാൽ അത് കാറ്റത്ത് അങ്ങനെ വീണ് പോകില്ലേ. അങ്ങനെ വീണ് പോകാതിരിക്കാനായിട്ട് നമുക്ക് അതേപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്താൽ മതി. ആ ഒരു സേഫ്റ്റി പിന്ന് 2 തുണികൾ വെച്ചിട്ട് ഒരേപോലെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിത് എത്ര കാറ്റ് വന്നാലും അത് വീണ് പോവില്ല. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പിൻ ചെയ്തിട്ട് 2 സൈഡിലും വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അതിരിക്കും. എത്ര കാറ്റ് വന്നാലും ഇളകിയാലൊന്നും അത് വീണ് പോവില്ല. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലും വേണമെങ്കിൽ ചെയ്യാം, ഒരു തുണിയായിട്ട് ചെയ്യാം, 2 തുണി ഒരുമിച്ചും ചെയ്യാം കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലത്തെ സ്വീറ്റിൻ്റെ ഒക്കെ ബോക്സസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അപ്പം തന്നെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇതിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നൊക്കെ സമയത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പൂരി ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അടച്ചു വെക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് എടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇതെന്തായാലും നമ്മൾ കളയാനുള്ള ഒരു ഇങ്ങനത്തെ ബോക്സസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണെങ്കിലും, ഇപ്പോൾ തവിയാണെങ്കിലും നമ്മൾ എന്താണെങ്കിലും ചട്ടുകാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ വെക്കൂലേ, ഒരു പാത്രത്തിൻ്റെ മുകളിലാക്കിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു പാത്രം പോലും ക്ലീൻ ആയിട്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഒരു പാത്രം പോലും നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കും. നമുക്ക് ഇതും വാഷ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഡപ്പയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്മെല്ല് വരുമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് പിന്നെ പോവുകയില്ല. അപ്പോൾ ആ ഒരു മണമൊക്കെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക കേട്ടോ. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ചീകിയിട്ട് ഒന്നിങ്ങനെ ചുരുട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ചുരുട്ടിയിട്ട് അത് നിറയുന്നവരെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് ഇതൊന്നിങ്ങനെ അടച്ചു വെച്ചാൽ മതി. രാവിലെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല ആ ഒരു ഡപ്പ നല്ല ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ല വൃത്തിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഇയർ റിങ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കിതിൽ ആ ഒരു ബട്ടൺ ഇടുമല്ലോ, നമ്മൾ ആ ഒരു ബട്ടൺ ഇല്ലയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ ഒരു പൊട്ട് എടുക്കുക കേട്ടോ. ഒരു പൊട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊന്നിങ്ങനെ ഇപ്പോൾ ഒരു പൊട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മല് നമ്മൾ ആ ഒരു ബട്ടണൊക്കെ ഇടില്ലേ, ആ ഒരു ഇതിന് പകരം നമ്മൾ ഇതേപോലെ പൊട്ട് വെച്ചാലും മതി കേട്ടോ. നല്ല വൃത്തിയായിട്ട് അത് അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഇതിങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇത് വരില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല കാണാനും നമുക്കത് പുറത്തേക്കോട്ട് കാണൂല്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ക്യാൻഡിലൊക്കെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ നടുവിൽ പൊട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പറിൽ ഇതിനെ ഒന്നിങ്ങനെ റാപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അത് മാത്രമല്ല, ഇതിനി കത്തുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 2 മണിക്കൂറൊക്കെ നമ്മൾ കത്തുന്നുള്ളൂ ഈ ഒരു മെഴുകുതിരി എന്ന് വിചാരിച്ചോളൂ. ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറല്ല, പിന്നീട് അത് 4 മണിക്കൂർ വരെയെങ്കിലും നമുക്കത് നിൽക്കും. അപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കത്തിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു മെൽറ്റായി പോകുന്ന ആ ഒരു ഇതില്ലേ, അത് ഈ ഫോയിൽ പേപ്പറിൽ തന്നെ വീഴുകയും അതേപോലെ പിന്നെ അത് അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അത് കൂടുതൽ സമയം അത് കത്താനായിട്ട് ഗുണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തിനെങ്കിലും ഒന്ന് വെച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും നമ്മുടെ പഴയ കഴിഞ്ഞു പോയിട്ടുള്ള ചില്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ചില്ലിൻ്റെ എന്തെങ്കിലും ഒരു ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ.
ഇപ്പോൾ പഴയ ഗ്ലാസ്സുകളിലാണെങ്കിലും ഇരിക്കും, അത് നല്ല വൃത്തിയായിട്ടിരിക്കും. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ നമ്മൾ ചുറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം, അതായത് എത്ര സമയം കത്തുന്നോ അതിൻ്റെ ഇരട്ടി സമയം ഇത് കത്താനും സാധിക്കും. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഫോയിൽ പേപ്പറിൽ ചുരുട്ടി വെക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ്. അപ്പോൾ നടു പൊട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.